ഹായ് ഫ്രണ്ട്സ്, മാംഗല്യം കമ്മിങ് സൂൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർച്ചന വീട് വിട്ടു പോയതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് അവന്തിക തന്നെയാണ്. സച്ചിയുടെ അരികിലേക്ക് വന്ന് പരിഹാസത്തിൽ അവന്തിക ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചിലരൊക്കെ വീട് വിട്ടു പോയാൽ ഈ വീട് നിലമ്പുത്തും എന്നാണല്ലോ എല്ലാവരുടെയും സംസാരം. ഇപ്പോ ഒന്നും സംഭവിച്ചില്ല, എല്ലാം പഴയതുപോലെ തന്നെ എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നു. സേതുവിന് വളരെ പ്രധാനപ്പെട്ട കാര്യം എല്ലാവരോടും പറയാനുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സേതു അത് പറയുന്നുണ്ട്. ഓഫീസിലെ പൊതുവായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഞാൻ അവന്തികയും കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി. സ്നേഹ ആ സമയം അവിടേക്ക് വന്നിട്ട് പറയുന്നു, എനിക്ക് ഈ തീരുമാനത്തിൽ എതിർപ്പുണ്ട്. എന്നാൽ സ്നേഹയ്ക്ക് മാത്രമായിരുന്നില്ല എതിർപ്പ്, സച്ചിക്കും സന്ദീപിനും ധനുഷിനും സ്നേഹയ്ക്കും അനഘയ്ക്ക് പോലും എതിർപ്പ് തന്നെയായിരുന്നു. കഴിക്കാതെ തന്നെ എല്ലാവരും അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത്. ഇത് എന്റെ തീരുമാനമാണ് എന്നും സേതുവരോട് പറയുന്നുണ്ടായിരുന്നു. ശേഷം കാണിക്കുന്നത് അർച്ചനയുടെ വീട്ടിൽ അനൂപും കമലയും വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും മീര ഇടയ്ക്കിടയ്ക്കൊക്കെ അർച്ചനയെ കുത്തി നോവിക്കുന്നുണ്ട് വാക്കുകൾ കൊണ്ട്. ഉള്ള ദോഷങ്ങളെല്ലാം കൊണ്ടാണല്ലോ നീ ഇങ്ങോട്ട് വന്നത്, അതോർക്കുമ്പോ എനിക്ക് വല്ലാത്ത പേടിയുണ്ട് എന്നൊക്കെ മീര പറയുന്നു. ഇത് അനൂപ് കേൾക്കുന്നുണ്ട്. സങ്കടത്തോടെ അർച്ചന അവിടെ നിൽക്കുകയാണ്. മീരയെ വഴക്ക് പറയുകയാണ് അനൂപ്. എന്നാൽ ഈ സമയം അവിടെ മറ്റൊരു കാര്യം നടക്കുന്നുണ്ട്. സച്ചിയും അർച്ചനയും പരസ്പരം കാണുന്നില്ല എന്ന് മാത്രം. എന്നാൽ അർച്ചനയ്ക്ക് വേണ്ടി സച്ചി ആഹാരം ഓർഡർ ചെയ്യുന്നുണ്ട്. ഒരു മസാല ദോശ സ്പെഷ്യൽ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് അർച്ചനയുടെ വീട്ടിലേക്ക് ഒരു പയ്യൻ വന്ന് അത് അർച്ചനയെ ഏൽപ്പിച്ചു. വളരെ സന്തോഷത്തോടെ അത് വാങ്ങിക്കുകയാണ് അർച്ചന. എന്നിട്ട് സന്തോഷത്തോടെ അത് കഴിക്കുന്നു. മസാല ദോശ കഴിക്കുമ്പോൾ അർച്ചനയുടെ കണ്ണ് നിറയുന്നുണ്ട്. ശേഷം അർച്ചനയുടെയും സച്ചിയുടെയും ഫോട്ടോ നോക്കി വിഷമത്തോടെ ഇരിക്കുകയാണ് അർച്ചന. വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.